This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പിതാവിനെ ഞാൻ കാണുമേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ. തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണമെന്നർത്ഥം. ഒന്നാമതായി ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ വരികയും പിന്നത്തേതിൽ അവൻ്റെ രാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയും ചെയ്യുന്നു. ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് താൻ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ വിശുദ്ധ നഗരമായി പുതിയ ജെറുസലേം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. എന്താണ് ദൈവ തേജസ്സിൻ്റെ അർത്ഥം? ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. അതായത് ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. അവൻ നമ്മെ സൃഷ്ടിക്കുകയും ഇപ്പോൾ ക്രിസ്തു മുഖാന്തരം വിളിച്ച് തെരഞ്ഞെടുക്കുകയും ചെയ്തത് അവൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ് പ്രാപിച്ച് അവനെ തന്നെ പ്രാപിച്ച് അവൻ്റെ രാജ്യത്തിൽ അവനോടുകൂടെ വാസം ചെയ്യാൻ വേണ്ടിയാണ്. കഴിഞ്ഞ 9 എപ്പിസോഡുകളിലായി വിശുദ്ധ വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമായ 4 കാര്യങ്ങളാണ് നാം ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പരമമായ ഉദ്ദേശ്യമാണ്. രണ്ടാമത്തേത് ആ പദ്ധതിയിൽ നിന്നും വീണുപോയ മനുഷ്യനെ തൻ്റെ പുത്രനെ നൽകി വിളിച്ച് തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശമാണ്. മൂന്നാമതായി വേദപുസ്തകത്തിലെ വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളാണ്. നാലാമതായി ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപാട് വരെയുള്ള 66 പുസ്തകങ്ങളിലൂടെ ഓരോ കാലഘട്ടങ്ങളിലും ജീവിച്ചിരുന്ന തൻ്റെ ജനത്തോട് സ്വർഗത്തിലെ പിതാവാം ദൈവം അരുളി ചെയ്ത അവൻ്റെ സന്ദേശങ്ങളാണ്. ഈ 4 കാര്യങ്ങളും എല്ലായ്പ്പോഴും ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് പ്രാരംഭ എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവം നമ്മെ സൃഷ്ടിച്ചതിൽ അതിപ്രധാനമായ ഒന്നാമത്തെ ഉദ്ദേശ്യം
ദൈവത്തിന് ഒരു കുടുംബം ആവശ്യമായതുകൊണ്ടാണ്. അതായത് അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവുമുള്ള ഒരു കൂട്ടം പുത്രീപുത്രന്മാരെ തനിക്ക് വേണം. അതിനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഒന്നാമത്തെ പുത്രനായ ആദാം ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് അവനെതിരെ പാപം ചെയ്ത് ദൈവ കുടുംബത്തിൽ നിന്നും അന്യമാക്കപ്പെട്ടു. തുടർന്ന് ആദമിൻ്റെ ഒരു മകനായ ശേത്തിൻ്റെ തലമുറകളിലൂടെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ വ്യവസ്ഥ മുന്നോട്ട് പോയി. എങ്കിലും ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെട്ട ശേത്തിൻ്റെ തലമുറക്കാർ നോഹയുടെ കാലമെത്തിയപ്പോൾ ദൈവത്തെ അറിയാത്ത ലോകത്തിലെ മനുഷ്യനുമായി ഇടപെടുകയും പാപം ചെയ്യുകയും ചെയ്ത് ദൈവ കുടുംബത്തിൽ നിന്ന് അന്യമാക്കപ്പെട്ടു. ദൈവം ഒരു ജലപ്രളയത്താൽ ആ തലമുറയെ ന്യായം വിധിച്ച് നോഹയും കുടുംബത്തെ മാത്രം രക്ഷിച്ചു. തുടർന്ന് നോഹയുടെ സന്തതി പരമ്പരകളിലൂടെ ഭൂമിയിൽ മനുഷ്യൻ പെരുകി. ദൈവം തനിക്കു വേണ്ടി ആ കൂട്ടത്തിൽ ഒരു മനുഷ്യനെ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ പേര് ആബ്രഹാം എന്നാണ്. അബ്രഹാമിലൂടെ ദൈവം തനിക്ക് ഒരു വലിയ കുടുംബത്തെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു. അവരുടെ പേര് ഇസ്രായേൽ മക്കൾ എന്നാണ്. എന്നാൽ ഇസ്രായേൽ ജനവും ദൈവത്തിനെതിരെ പാപം ചെയ്ത് ദൈവത്തിൻ്റെ കുടുംബത്തിൽ നിന്നും വെളിയിലാക്കപ്പെട്ടു. ആദമിൻ്റെയോ ശേത്തിൻ്റെ തലമുറക്കാരുടെയോ ഇസ്രായേൽ ജനത്തിൻ്റെയോ മത്സരമോ അനുസരണക്കേടോ ഭൂമിയിൽ തൻ്റെ കുടുംബം സ്ഥാപിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്ക് നീക്കം വരുത്തിയില്ല. കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനെ ഭൂമിയിലേക്ക് അയച്ച് അവരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി അവരെ രക്ഷിച്ച് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കുടുംബത്തെ പുനഃസ്ഥാപിച്ചു. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും സ്വർഗത്തിലെ പിതാവാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ, അവൻ്റെ കുടുംബത്തിൽ അംഗമായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ്. എന്നാൽ യേശുവിനെ സ്വീകരിച്ചിട്ടും അനേകർക്കും സ്വർഗത്തിലെ ദൈവം തങ്ങളുടെ പിതാവാണെന്നുള്ള ബോധ്യമുണ്ടാകുന്നില്ല. ഇവിടെ ദൈവം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ആത്മാവിലേക്ക് അയച്ച് നാം ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമെന്ന് പരിശുദ്ധാത്മാവ് സദാസമയം നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറഞ്ഞ് നമ്മുടെ ആത്മാവിൽ പുത്രത്വ പദവി ഉറപ്പിക്കുകയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമുക്ക് പകരമായി ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ക്രമേണ എൻ്റെ ബുദ്ധിയും മനസ്സും പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രാർത്ഥന ഗ്രഹിക്കുകയും ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഞാനും ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുകയാണ്. ദൈവം നമ്മെ തൻ്റെ പുത്രന്മാരും പുത്രിമാരുമാക്കിയിരിക്കുന്നത് നമുക്ക് ദൈവത്തിൽ ഒരവകാശം തരാൻ വേണ്ടിയാണ്. ദൈവത്തിലുള്ള നമ്മുടെ അവകാശം എന്താണ്? അത് ദൈവത്തിൻ്റെ തേജസ്സാണ്. നമ്മുടെ അവകാശം പിതാവാം ദൈവം തന്നെയാണെന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം അവന് ഒരു കുടുംബം ആവശ്യമാണ്. അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവുമുള്ള ഒരു കൂട്ടം മക്കളെ ആവശ്യമാണ്. ഇപ്പോൾ ക്രിസ്തു മുഖാന്തരം നമ്മെ വിളിച്ച് തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ഉദ്ദേശം കുറച്ചും കൂടെ വ്യക്തമാണ്. സാധാരണ നിലയിലുള്ള ഒരു കൂട്ടം പുത്രിപുത്രന്മാരെ അല്ല അവൻ ആവശ്യം. പിന്നെയോ യേശുക്രിസ്തുവിനെ പോലെ തികവുള്ള സമ്പൂർണരായ ഒരു കൂട്ടം പുത്രിപുത്രന്മാരെയാണ് ദൈവത്തിന് ആവശ്യം. നാം ദൈവത്തിൻ്റെ കുടുംബത്തിലെത്തിയെങ്കിലും സ്വർഗസ്ഥനായ ദൈവത്തെ നമ്മുടെ പിതാവായി തിരിച്ചറിയുന്നതിൽ എന്തുകൊണ്ടാണ് പരാജയം സംഭവിക്കുന്നത്? ഒന്നാമതായി, സ്വർഗീയ പിതാവിനെക്കുറിച്ചുള്ള പ്രകാശനമോ വെളിപ്പാടോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നില്ല. ഏത് ആത്മീയ കാര്യങ്ങളും നമ്മുടെ ബുദ്ധിയിൽ പ്രകാശിപ്പിക്കപ്പെട്ട് ഹൃദയത്തിൽ വെളിപ്പാടായെങ്കിൽ മാത്രമേ നമുക്കത് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ കാരണം, നാം യേശുവിനെ സ്വീകരിച്ചെങ്കിലും വീണ്ടും ജനിച്ചുവെങ്കിലും ഇപ്പോഴും ആ ശിശുപ്രായത്തിൽ തുടരുകയാണ്. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച്
പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം വളർന്ന് ക്രിസ്തുവിൻ്റെ തലയോളം എത്തിച്ചേരുന്നില്ല. ആ തികഞ്ഞ പുരുഷത്വത്തിലേക്ക് എത്താത്തതുകൊണ്ട്, ഇപ്പോഴും ശിശുപ്രായത്തിൽ തുടരുന്നതുകൊണ്ട് പിതാവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ പ്രകാശനം നമുക്ക് ലഭിക്കുന്നില്ല. മൂന്നാമതായി, നാം പുതിയ ഉടമ്പടിയുടെ മക്കളാണെങ്കിലും ഇപ്പോഴും ജീവിക്കുന്നത് പഴയ ഉടമ്പടിയുടെ സിസ്റ്റത്തിലാണ്. ആ പഴയ ഉടമ്പടിയുടെ സിസ്റ്റത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗീയ പിതാവിനെക്കുറിച്ചുള്ള പ്രകാശനം പ്രാപിക്കാൻ കഴിയത്തില്ല. കാരണം പഴയ ഉടമ്പടി സിസ്റ്റത്തിനകത്ത് സ്വർഗീയ പിതാവിനെക്കുറിച്ചുള്ള കാര്യമായ പ്രകാശനമൊന്നുമില്ല. പുതിയ ഉടമ്പടിയിലെ പഠിപ്പിക്കലിൽ മാത്രമേ സ്വർഗീയ പിതാവിനെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വെളിപ്പാടുള്ളൂ എന്ന് നിങ്ങൾ അറിയേണ്ടതാണ്. നാലാമതായി, നമ്മുടെ അകത്തു വന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ നാം തിരിച്ചറിയാത്തതാണ്. അതായത് ദൈവം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ, പരിശുദ്ധ ആത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ആത്മാവ് ഒരുവൻ്റെ ആത്മാവിൽ വസിക്കുന്നു. അതുപോലെ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയും അഭിഷേകവും ഒരുവൻ്റെ മേലും ആവസിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ അധിവസിക്കുന്നത് അവന് ശക്തി കൊടുത്ത്, കൃപാവരങ്ങൾ കൊടുത്ത്, ദൈവരാജ്യത്തിലെ പ്രകൃത്യാതീതമായ ശുശ്രൂഷകൾ അവനിലൂടെ നിവർത്തിക്കാൻ വേണ്ടിയാണ്. ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പുറമെയുള്ള പ്രവൃത്തികൾക്ക് മാത്രമാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത്. ശുശ്രൂഷകൾക്കും കൃപാവരങ്ങൾക്കും ശക്തികൾക്കും രോഗശാന്തികൾക്കും അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കുമാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത്. യെസ്, അത് അങ്ങനെ തന്നെ നടക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും ആത്മശക്തിയിലൂടെ നടക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അകമയുള്ള പ്രവർത്തനങ്ങളെ തിരിച്ചറിയുന്നതിൽ അനേകർക്കും പരാജയം സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് സ്വർഗീയ പിതാവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വെളിപ്പാട് പ്രാപിക്കുവാൻ അവന് കഴിയുന്നില്ല. ദൈവം കാൽവരി ക്രൂശിൽ പൂർത്തീകരിച്ച നിത്യരക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെ കാര്യപരിപാടികൾ ഒരു വ്യക്തിയിൽ കൊണ്ടുവന്ന് അത് അവനിൽ നിക്ഷേപിച്ച് ആ വീണ്ടെടുപ്പിൻ്റെ കാര്യപരിപാടിയിലേക്ക് അവനെ വളർത്തിയെടുക്കുന്നതിനാണ് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് ആക്കിയിരിക്കുന്നത്. ഒന്നാമതായി, പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിൽ അധിവാസം ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്തിലെ, പ്രപഞ്ചത്തിലെ മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ് അതിപരിശുദ്ധനായ തേജോമയനായ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോഴും പാപങ്ങളാൽ നിറയപ്പെട്ട ഒരു മനുഷ്യൻ്റെ അകത്ത് ആത്മാവിൽ താമസിക്കാൻ വന്നു എന്നുള്ളത്. ആ പരിശുദ്ധാത്മാവിന് നമ്മുടെ അകത്ത് ബഹുമുഖങ്ങളായ ശുശ്രൂഷ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടു കൂടെ സാക്ഷ്യം പറയുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ താമസിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ പറഞ്ഞുറപ്പിക്കുന്ന കാര്യമാണ്, നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്. പരിശുദ്ധാത്മാവ് അത് പറയുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് ഈ സത്യം ബോധ്യപ്പെടുത്തില്ല. രണ്ടാമതായി, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ വസിക്കുന്നെങ്കിലും അവൻ തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുന്നു. നമ്മുടെ ആത്മാവിൽ അധിവസിക്കുന്ന പരിശുദ്ധ ആത്മാവ് എല്ലായ്പ്പോഴും തൻ്റെ സാന്നിധ്യം കൊണ്ട്, തൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുന്നു. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മക്കളാകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അതായത് പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമുക്ക് പകരമായി
സ്വർഗത്തിലെ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നു. മൂന്നാമതായി റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ദൈവത്തെ ആബാ പിതാവേ എന്ന് നമുക്ക് പകരമായി വിളിക്കുകയും തുടർന്ന് എൻ്റെ ഹൃദയത്തിലും ബുദ്ധിയിലും അത് പ്രകാശിച്ച് വെളിപ്പാടായി തീരുകയും ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഈ ആത്മാവിൻ്റെ സഹായത്താൽ ഞാൻ സ്വർഗസ്ഥനായ ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിക്കാൻ തുടങ്ങിയാണ്. അകത്ത് നടക്കുന്ന, ആത്മാവിൽ നടക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായിരിക്കുന്ന ബോധ്യം വരണം. ആ ബോധ്യം വന്നെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിലൂടെ സ്വർഗസ്ഥനായ ദൈവത്തെ എൻ്റെ പിതാവെന്ന് വിളിക്കുവാനും തിരിച്ചറിയുവാനും എനിക്ക് കഴിയത്തുള്ളൂ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ ആ വാക്യം വളരെ ശ്രദ്ധിക്കണം. ദൈവാത്മാവ് നടത്തുന്ന ഏവരുമാണ് ദൈവത്തിൻ്റെ മക്കൾ. യേശുവിനെ സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകുവാൻ നമുക്ക് അധികാരം ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ആത്മാവിൽ അയച്ച് ദൈവം നമ്മുടെ ആത്മാവിനോട് നാം ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണെന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമതായ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമുക്ക് പകരമായി ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നു. നാലാമതായി ഇപ്പോൾ ഈ ആത്മാവിൻ്റെ സഹായത്താൽ ഞാൻ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നു. നാം ദൈവത്തിൻ്റെ മക്കളാണ്, ഒരു സംശയവുമില്ല. എന്നാൽ വചനം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. യേശുവിനെ സ്വീകരിക്കുക മാത്രമല്ല, പിന്നെയോ അകത്തു വന്ന ആത്മാവിൻ്റെ നിയോഗത്തിൽ നടന്നെങ്കിൽ മാത്രമേ നാം ദൈവത്തിൻ്റെ മക്കളാകുന്നുള്ളൂ, അല്ലെങ്കിൽ മക്കളാണെന്ന് തിരിച്ചറിയുന്നുള്ളൂ. എന്തുവാ ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുക അല്ലെങ്കിൽ ആത്മാവിനാൽ നടത്തപ്പെടുക എന്നതിൻ്റെ അർത്ഥം വ്യക്തമാക്കാം. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിൽ അധിവസിക്കുകയും തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിൽ നിറയുന്നില്ലെങ്കിൽ എനിക്കവനെ അനുഭവിക്കാൻ കഴിയത്തില്ല, അവൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിയാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ആത്മനിറവിൽ ജീവിക്കാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിൽ നിറയപ്പെടുകയും എൻ്റെ ബുദ്ധിയെയും ചിന്തകളെയും എൻ്റെ എല്ലാ ഫാക്കൽറ്റീസിനെയും തൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് സ്വർഗീയ പിതാവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം എൻ്റെ ബുദ്ധിയിലും ഹൃദയത്തിലും ഉണ്ടാകുന്നത്. അതായത് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനാൽ അവൻ എൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയായ എൻ്റെ ബുദ്ധിയെ തുറന്ന് പ്രകാശിപ്പിക്കുകയും സകല സത്യത്തെയും എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ബുദ്ധിയിൽ വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ്. തിരുവചനത്തിലെ എല്ലാ സത്യങ്ങളും എൻ്റെ ബുദ്ധിയിലും ഹൃദയത്തിലും വെളിപ്പെടുത്തി അവ ഓരോന്നായി എൻ്റെ ഓർമ്മയിൽ കൊണ്ടുവന്ന് എന്നെ ദൈവകൃപയിൽ നടത്തുന്നത് എൻ്റെ അകത്തുള്ള പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് യഥാർത്ഥമായ ആരാധനയും പ്രാർത്ഥനയും എൻ്റെ അകത്ത് നടക്കുന്നത്.
പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവിടെ എല്ലായ്പ്പോഴും ആത്മഫലവുമുണ്ടെന്ന് വചനം വ്യക്തമാക്കുകയാണ്. കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലും 3-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിലുമായിട്ട് 3 കൂട്ടം മനുഷ്യരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് നാച്ചുറൽ മാൻ, പ്രകൃതി സംബന്ധിയായ മനുഷ്യൻ, അതായത് ദൈവജീവൻ പ്രാപിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് വീണ്ടും ജനിക്കാത്ത എല്ലാ വ്യക്തികളെയും ആണ് നാച്ചുറൽ മാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കൂട്ടർ ആത്മീയരാണ്, സ്പിരിച്വൽ മാനാണ്. ദൈവത്തിൻ്റെ ജീവൻ പ്രാപിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ആത്മനിറവിൽ ജീവിക്കുകയും ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്നവരാണ് സ്പിരിച്വൽ മാൻ, അവരാണ് ആത്മീയർ. മൂന്നാമത്തെ കൂട്ടർ ജഡീകരാണ്, കാർണൽ മാൻ. അവർ ദൈവത്തിൻ്റെ ജീവൻ പ്രാപിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനെയും പ്രാപിച്ചിട്ടുണ്ടെങ്കിലും അവർ ഇപ്പോൾ നടക്കുന്നത് ആത്മനിറവിലല്ല, അവർ ജഡത്തിൻ്റെ ഇഷ്ടത്തിൽ നടക്കുന്നവരാണ്. അവർ ഇപ്പോഴും ശിശുക്കളാണെന്ന് വചനം പറയുകയാണ്. അങ്ങനെ ആത്മനിറവിൽ ജീവിക്കാത്തവർ, ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തവർക്ക് സ്വർഗീയ പിതാവിനെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആത്മാവിൻ്റെ നിയോഗത്തിൽ നടക്കുന്നവർക്ക് മാത്രമേ സ്വർഗീയ പിതാവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ വെളിപ്പാട് ലഭിക്കുകയുള്ളൂ. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചു ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജനത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ 1 അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. 1 അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം.
പുതു ജെറുസലേ നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ